കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരുണ്ടായിരുന്നോ? ശരി. ഇപ്പൊ ഒരാളുള്ളൂല്ലോ. ആരെങ്കിലും വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. അതെങ്കിലും ഇല്ലാതെ നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റില്ലല്ലോ. ഓക്കെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ല. കുറച്ച് കൂടുതൽ ദിവസം കാണാതായ പോലെ എനിക്ക് തോന്നുന്നു അല്ലെ? ഞാൻ ലീവായിരുന്നു, ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ ഷാരോണിന്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏത് ഓർഗനൈസേഷന്റെയും വർക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഘടകം, ഒരു കമ്പോണന്റ് ആണ് മനുഷ്യൻ, മാൻ പവർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ടു മാനേജ് ഈച്ച് ആൻഡ് എവറി പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടാസ്ക് ആൻഡ് ഓൾസോ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അല്ലെ? അതായത് അത്ര ഒത്തിരി മാൻ പവർ ഇല്ലാതെ ഒരു ഓർഗനൈസേഷനെ നമുക്ക് മുന്നോട്ട് അതിന്റെ സക്സസിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. സോ ഫോർ ദ സക്സസ് ഓഫ് എനി ഓർഗനൈസേഷൻ മാൻ പവർ ഈസ് വെരി നെസസറി ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യും, അതിന്റെ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു നിർത്തിയത് ഏതായിരുന്നു? ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ അല്ലെ? അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് ഒരു പേഴ്സണൽ മാനേജർ, അതായത് പേഴ്സണൽസ് മീൻസ് നമ്മളുടെ പേഴ്സണൽസിനെ, അതായത് തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന ആൾക്ക് വേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. അതായത് സ്പെഷ്യലൈസ്ഡ് എന്താ പറയുക, ഈ ഒരു പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. എന്തിനാ? ടു ഗിവ് സം അഡ്വൈസസ് ടു ദ ടോപ്പ് മാനേജ്മെന്റ് ഇൻ ഓർഗനൈസേഷണൽ മാറ്റേഴ്സ്. അത് ഒരു സംരംഭത്തിന്റെ ഒത്തിരി സംരംഭപരമായിട്ടുള്ള, അതായത് ഓർഗനൈസേഷണൽ ആയിട്ടുള്ള ഒത്തിരി മാറ്റേഴ്സ് ഉണ്ട്. അതിന് വേണ്ട രീതിയിലുള്ള അഡ്വൈസസ് ടോപ്പ് മാനേജ്മെന്റിലേക്ക്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് ഈ പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു എക്സ്പെർട്ടൈസ് ആയിരിക്കണം. എക്സ്പെർട്ടൈസ് എന്തില്? ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, നോളജ് ഓഫ് റിലവന്റ് ലോസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്. ആ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ലോസ്, ടെക്നിക്കുകൾ, അവർ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, പിന്നെ അവരുടെ പ്രൊസീജിയേഴ്സ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ട് വ്യക്തമായിട്ടും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അറിവ്. വെറുതെ എന്തെങ്കിലും അറിഞ്ഞാൽ പോരാ, ഹി ഷുഡ് ബി എക്സ്പെർട്ടൈസ് എന്നാ പറഞ്ഞേക്കണേ. ഒരു എക്സ്പേർട്ട് ആയിരിക്കണം. അത് ഓർഗനൈസേഷന്റെ എന്തൊക്കെ നിയമങ്ങളുണ്ട്, അവിടുത്തെ എന്തൊക്കെ ടെക്നിക്കുകൾ ഉണ്ട്, അവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നടക്കുന്നത്, അതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ആർക്കുണ്ടായിരിക്കണം? ഈ പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കണം. അങ്ങോർക്കാണ് അത് ആദ്യം ഉണ്ടാകേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ ഉണ്ടാകുക. പിന്നെ ഹി ഷുഡ് ബി ആംപിൾ നോളജ് ഓഫ് ബിഹേവിയറൽ സയൻസസ്. നമ്മൾ പറഞ്ഞു ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞു അല്ലെ? അതായത് ഒരു ഹ്യൂമൻ ബിഹേവിയറൽ ആണ്. നമ്മുടെ വർക്ക്, ജോലിക്കാര്, എംപ്ലോയീസ് അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് എത്രത്തോളം എക്സ്പെരിമെന്റേഷൻസ്, അവര് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങളെ കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ, അതാണ് ബിഹേവിയറൽ സയൻസ്. നമ്മൾ പറഞ്ഞു അതൊരു സയൻസ് ആപ്ലിക്കേഷൻ ആണ്. ഈ ആളുകളുടെ എംപ്ലോയീസിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, ആ ഓർഗനൈസേഷന്റെ ഗോൾസ് എങ്ങനെ നേടിയെടുക്കാം ഇഫക്റ്റീവായിട്ട്, ഇവർക്ക് ഏത് രീതിയിലുള്ള മോട്ടിവേഷൻസ്, ട്രെയിനിങ് ഒക്കെ കൊടുത്തത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പഠനം, അതിനെയാണ് നമ്മൾ ബിഹേവിയറൽ സയൻസ് വിളിക്കുക. അപ്പൊ അത് ഈ പുള്ളിക്കാരന് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ എന്താ പറയാ, അക്യൂട്ട് സെൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഒരു സാമൂഹ്യ നീതി നടപ്പാക്കുന്ന ആളായിരിക്കണം. അല്ലാതെ ഫേവറിസം ഒന്നും കാണിക്കാൻ പാടില്ല ആരോടെങ്കിലും. മാത്രമല്ല എംപ്ലോയീസ് ഏതെങ്കിലും തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ദേ ഷുഡ് ബി അപ്രീസിയേറ്റഡ്. അവരെ കുറച്ച് അപ്രീസിയേഷൻസ് കൊടുക്കുക, അവരെ അനുമോദിക്കുക. അത് മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ, ആര് ചെയ്താലും, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ചെയ്യുന്നതിന് ഒരുപോലെയുള്ള ന്യായം വിധിക്കുക. അല്ലെങ്കിൽ ഒരാൾ ചെയ്യുമ്പോൾ അത് ശരി, മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് തെറ്റുമായിട്ട് വാദിക്കാതെ, ആരോടും ഫേവറിസം കാണിക്കാതെ ഒക്കെ ഉള്ള രീതിയിലായിരിക്കണം അധികം പെരുമാറേണ്ടത്. മാത്രമല്ല ഇക്കണോമിക് നെസസിറ്റീസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ആ സംരംഭത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അതുപോലെ മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു നീതി പുലർത്തുന്ന ഒരാളായിരിക്കണം. പിന്നെ കേപ്പബിൾ ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, സ്വന്തമായിട്ട് ചിന്തിച്ച് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനല്ല, ഏത് രീതിയിലുള്ള തനിക്ക് മുന്നിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻസിനും സൊല്യൂഷൻസ് കണ്ടെത്താൻ, അത് ഈ എംപ്ലോയീസിന്റെ ഇടയിലുള്ള കാര്യങ്ങളാകാം,
മാനേജ്മെന്റുകളുടെ ഇടയിലുള്ള കാര്യങ്ങളാകാം, മറ്റ് ഏതെങ്കിലും പേഴ്സണൽസ്, മറ്റ് തൊഴിലാളികളുടെ ഇടയിലുള്ള കാരണങ്ങളാകാം. അപ്പൊ ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് ക്രിയേറ്റീവ് തിങ്കിങ്, അതായത് ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ അതിനൊരു സൊല്യൂഷൻസിലേക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തിക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം. എന്റെ ചിന്തയും മറ്റൊരാൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്യുമ്പോഴും രണ്ട് വ്യത്യസ്തമാണ്. ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം എന്റെ ചിന്തയിൽ നിന്ന് എടുത്ത് ചെയ്യുമ്പോൾ അത് എന്താ പറയാ, അതിനൊരു വ്യക്തമായ, അതിന് ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നാലും എനിക്ക് അതിന് ആൻസർ കൊടുക്കാൻ സാധിക്കും. അതേസമയം ഇന്ന കാര്യം വന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ചെയ്താൽ മതി, ഇത് ആരെങ്കിലും എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചാൽ എനിക്കത് ചിലപ്പോൾ അതിന് വ്യക്തമായ ആൻസേഴ്സ് കൊടുക്കാൻ പറ്റിയെന്നില്ല. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ്. സ്വന്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾക്ക് ഒരു എന്താ പറയാ സൊല്യൂഷൻസ് കണ്ടെത്താൻ കഴിവുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞു. കേപ്പബിൾ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു. പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് ഉണ്ടായിരിക്കണം. അതായത് പ്രോബ്ലംസ് ഓരോ രീതിയിൽ സോൾവ് ചെയ്യുമ്പോൾ അതിന് വേണ്ട പ്രത്യേക രീതിയിലുള്ള ഉപാധികൾ സ്വീകരിക്കുക. അതാണ്, അതായത് ആരെയും എന്താ പറയാ മോശമാകാത്ത രീതിയിൽ, ആരെയും സങ്കടപ്പെടുത്താത്ത രീതിയിലൊക്കെ നമുക്ക് പല രീതിയിലും ടെക്നിക്സ് ഉപയോഗിച്ച് അവരെയൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. ഫ്രണ്ട്ലി ആയിരിക്കണം. ടാക്ട്ഫുൾ ആൻഡ് അപ്രോച്ചബിൾ നേച്ചർ ആയിരിക്കണം. അതായത് മറ്റ് എംപ്ലോയീസിനോടൊക്കെ വളരെ നല്ല രീതിയിലും വളരെ സൗഹൃദത്തോടെ കാര്യങ്ങള് മനസ്സിലാക്കി കൊടുക്കാനും വളരെ ഈസി ടാക്ട്ഫുൾ ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് നമ്മൾ ഇപ്പൊ എന്റെ അടുത്ത് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഉള്ള ഒരു മനസ്സ് ഉണ്ടാകുന്നത് എപ്പോഴാണ്, ഞാൻ അത് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട്ലി മാനറിലാണെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ മാത്രമല്ല ഒരു അപ്രോച്ചബിൾ മാനർ ആയിരിക്കാം. എന്നോട് പറഞ്ഞാൽ അതിന് സൊല്യൂഷൻസ് ടീച്ചർ തരും അല്ലെങ്കിൽ മിസ് തരും എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് നമ്മളോട് എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മുഴുവനും ആരെങ്കിലും നമ്മളെ കൊണ്ട് പറയുന്നതോ ചെയ്യിപ്പിക്കുന്നതോ കാര്യങ്ങൾ വെറുതെ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് യാതൊരു രീതിയിലും നമ്മൾ ഒരു രീതിയിലും പ്രതികരിക്കുന്നില്ല എങ്കിൽ അതൊരു ശരിയല്ല. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പ്രതികരിക്കാത്തത്? ചിലപ്പോൾ അവരെ പേടിച്ചിട്ടായിരിക്കും അല്ലെ. അപ്പൊ അപ്രോച്ചബിൾ മാനർ, അപ്പൊ അവരെന്ത് ചെയ്യും, എന്തും ഷെയർ ചെയ്യും നമ്മളോട്. അത് താഴെയുള്ള എംപ്ലോയീസ് ഉൾപ്പെടെ ടോപ്പ് ലെവലുള്ളവർ വരെ നമ്മൾ അവരോട് പെരുമാറുന്ന രീതി, നമ്മുടെ ബിഹേവിയർ ഏത് രീതിയിലാണോ അപ്പൊ ആ രീതിയിൽ ദേ വിൽ ഗിവ് ഇറ്റ് ബാക്ക്, നമുക്കത് തിരിച്ചവർ തരും. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ അതാണ് പറഞ്ഞത്. ടാക്ട്ഫുൾ അപ്രോച്ചബിൾ നേച്ചർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം. ഒരു തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം. പിന്നെ എന്താ പറയാ, ഗ്രേറ്റ് ട്രസ്റ്റ് അമംഗ് ദെയർ കൊളീഗ്സ്, അതായത് തന്റെ ജോലിക്കാരുടെ ഇടയിൽ, കോവർക്കേഴ്സ്, കൊളീഗ്സ് മീൻസ് കോവർക്കേഴ്സ്, തന്റെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ഒരു നല്ല ഒരു വിശ്വാസ്യത നിലനിർത്താൻ പറ്റിയ ആളായിരിക്കണം. പിന്നെ സബോർഡിനേറ്റ്സിന് ഏത് രീതിയിലും at any time if they are in some difficulties they should be ready to cooperate with them. അതായത് ഏതെങ്കിലും നമ്മളുടെ സബോർഡിനേറ്റ്സ് ഒക്കെ നമ്മളുടെ ഒപ്പം ഉള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവരോടുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നവരായിരിക്കണം. അല്ലാതെ അവരെ എന്തിനാ നോക്കണേ, അതെന്റെ സബോർഡിനേറ്റ് ആണ് എന്ന് വെച്ചാൽ താഴെയുള്ളവരാണ്, അല്ലെങ്കിൽ എന്റെ കൂടെ ഒപ്പം നിന്ന് ജോലി ചെയ്യുന്നവരല്ല, എന്നേക്കാൾ കുറെ താഴെ ശമ്പളം മേടിക്കുന്നു അല്ലെങ്കിൽ താഴേക്കുള്ള ലെവലിലുള്ള ജോലിക്കാരനാണ്, സോ വൈ ഷുഡ് ഐ ഇന്റർഫിയർ ഇൻ ദാറ്റ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ എന്തിനാ അവരുടെ കാര്യത്തിലൊക്കെ ഇടപെടണേ, അതെന്റെ അങ്ങനെയല്ല. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് അവരുമായിട്ട് ചേർന്നിട്ടേണ്ടി വരും. അങ്ങനെ ചെയ്യണം. അതാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകത. അല്ലാതെ അവരൊക്കെ പരിഗണിക്കേണ്ട, അവരങ്ങനെ ചെയ്യാൻ കടപ്പെട്ടവരാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യണം. കാശ് വാങ്ങിക്കുന്നില്ലേ വൈകുന്നേരം എന്ന് വിചാരിക്കും അല്ലെ. അങ്ങനെ ചെയ്യരുത്. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, അത് എന്താ പറയാ, ഫിസിക്കൽ ഡിഫിക്കൽട്ടി ആകാം, മെന്റൽ ഡിഫിക്കൽട്ടി ആകാം, സ്ട്രെസ് ആകാം, ഡിപ്രഷൻ ആകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെ അടുത്തൊക്കെ ചെന്നിരുന്ന് ഭയങ്കര ടാക്ട്ഫുൾ ആയിട്ട് ചിലപ്പോഴൊക്കെ ചില കുശലാന്വേഷണങ്ങൾ തന്നെ നല്ല എന്താ പറയാ ഒരു സന്തോഷ മൈൻഡിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം, അതൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണേ. പിന്നെ ടു ഗീവ് ദം ഫീഡ്ബാക്ക് ഇൻ ദർ ഹാൻഡ്ലിംഗ് ഓഫ് പേഴ്സണൽ മാറ്റേഴ്സ്, അതായത് ഇത്തരം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ എന്താ പറയാ ഓർഗനൈസേഷനെ കുറിച്ചും ഓർഗനൈസേഷന്റെ പോളിസീസിനെ കുറിച്ചും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവരില് അങ്ങനെയുള്ള ചില ഫീഡ്ബാക്കുകളൊക്കെ കൊടുക്കുക. അത് കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് ആയിട്ട് എന്താ പറയാ വളരെ തെറ്റിക്കാതെ അതൊക്കെ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ പേഴ്സണൽ മാനേജറുടെ ക്വാളിറ്റീസ് ആയിട്ട് പറഞ്ഞ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതാണ്. ഞാൻ ആരെങ്കിലും ഒരാളും കൂടി ഒക്കെ വരണുണ്ടോ എന്ന് നോക്കിയില്ല. കഴിഞ്ഞ ദിവസം 2 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രം. സോ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോൾ ഓഫ് പേഴ്സണൽ മാനേജർ ആണ്. ഇനി പേഴ്സണൽ മാനേജർക്ക് എന്തൊക്കെ റോൾ ആണുള്ളത്, എന്തൊക്കെ പങ്കുണ്ട് ഒരു ഓർഗനൈസേഷനിൽ ഈ പേഴ്സണൽ മാനേജർ വഹിക്കേണ്ട പങ്കുകൾ എന്തൊക്കെയാണ്? ആൻഡ് ദീസ് റോൾസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4. 4 ഈ റോൾസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
4 റോൾസ് ആണ് ഒരു പേഴ്സണൽ മാനേജർക്ക് ഒരു ഓർഗനൈസേഷനിൽ അക്കംപ്ലിഷ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാണത്? പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ. ഇങ്ങനെ 4 റോൾസ് ആണ്. ഏതൊക്കെയാണത്? വായിച്ചേ, എന്തൊക്കെയാണ് റോൾസ്? പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ, ഫെയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ. വെരി ഗുഡ്. അതെ, പേഴ്സണൽ റോൾ. പേഴ്സണൽ മീൻസ് അതായത് തൊഴിൽപരമായിട്ടുള്ള പങ്ക്. വെൽഫെയർ ക്ഷേമപരമായിട്ടുള്ള പങ്ക്. ക്ഷേമം എന്ന് പറയില്ല, വെൽഫെയർ സാമൂഹ്യക്ഷേമം, സോഷ്യൽ വെൽഫെയർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. വെൽഫെയർ എന്ന് പറഞ്ഞാൽ നന്മ, അതായത് ക്ഷേമം. അതായത് ഒരു വ്യക്തികളുടെ ക്ഷേമം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന വരുമാന മാർഗം മാത്രമല്ല ക്ഷേമം, അവരുടെ ഒരു നല്ലത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ ക്ലറിക്കൽ റോൾ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ. ഇങ്ങനെ 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈച്ച് റോൾസ് ഇൻക്ലൂഡ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. ഈ പറയുന്ന പേഴ്സണൽ മാനേജറുടെ റോളുകൾ പേഴ്സണൽ, വെൽഫെയർ, ക്ലറിക്കൽ ആൻഡ് ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ എന്ന് പറഞ്ഞ് തരംതിരിക്കുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഓരോ റോളിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പേഴ്സണൽ റോൾ ആണ്. എന്താണ് പേഴ്സണൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് വൺ അഡ്വൈസറി മാനേജ്മെന്റ് ആണ്. അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സസിന് ഒരു ഓർഗനൈസേഷനിൽ ഏത് ടോപ്പ് ലെവൽ എന്താ പറയാ തുടങ്ങി ഏറ്റവും ബോട്ടം ലെവലിലുള്ള എംപ്ലോയീസിൽ നോക്കുമ്പോൾ ഒരുപാട് ജോലിക്കാർ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകും. അപ്പൊ ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കുക. അഡ്വൈസറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉപദേശകർ അല്ലെങ്കിൽ അഡ്വൈസ് ഒക്കെ ചെയ്യുന്ന അല്ലെ, ഇഫക്റ്റീവ് യൂസ്. ഇവരെ എങ്ങനെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ പരമാവധി ഉപയോഗപ്പെടുത്താം അല്ലെ. ഇപ്പൊ ഇതൊരു ഓർഗനൈസേഷൻ ആണ്, ഇവിടെ ഒരുപാട് എന്താ പറയാ കോഴ്സസ് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കോഴ്സസ് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്, അതിന്റെ ടെക്നിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കോഴ്സുകളൊക്കെ മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലിക്കാരുണ്ട്, ടെലികോളേഴ്സ് ഉണ്ട്. പിന്നെ അതിന്റെ പിന്നിലും എന്താ പറയാ മുമ്പിലും ഒക്കെ നിന്ന് പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകൾ ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ഓരോ ജോലിക്കാരും ഇവിടെയുള്ള ഓരോ പേഴ്സണൽസിനെയും ഹൗ ക്യാൻ ബി യൂസ് ഇറ്റ് ഫോർ അവർ ഓർഗനൈസേഷൻ. നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് എങ്ങനെ നമുക്ക് ഇവരെ പരമാവധി ഉപയോഗപ്പെടുത്താം. വെറുതെ കാലത്ത് 9:30 10 മണിക്കോ ഒക്കെ വന്നിരുന്നിട്ട് വൈകുന്നേരം 5 മണി 4:30 അമ്മ പോകുന്നത് വരെ എന്തായാലും വെറുതെ വീട്ടിലിരിക്കണ്ട, ഇവിടെ വന്നിരുന്നോ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ശമ്പളം കൊടുത്ത് ഇട്ടിരിക്കുന്നത്, എല്ലാവരെയും, ഞാൻ ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഓരോരുത്തർക്കും പ്രത്യേക ഒത്തിരി കഴിവുകളുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ഒരു കഴിവില്ലെന്ന്. ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലേക്ക് നമ്മൾ എന്താ പറയാ എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് ചാടി പുറപ്പെടുമ്പോഴാണ് വി ഹാവ് സച്ച് ക്വാളിറ്റീസ് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അത് നമുക്ക് ചിലപ്പോൾ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാതെ നമ്മൾ തന്നെ അവിടെ ഇരുന്നിട്ടോ വെറുതെ മടിച്ച് ഒക്കെ ആകും അല്ലെ. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കോഴ്സ് ഒക്കെ പഠിച്ച് അതിനുശേഷം നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഏതെങ്കിലും ഓർഗനൈസേഷനിൽ, എല്ലാ ഓർഗനൈസേഷനിലും ഒന്നുണ്ട് ഇത്. ഹ്യൂമൻ എന്താ പറയാ റിസോഴ്സ് മാനേജ്മെന്റ് പോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ ഹോസ്പിറ്റലിന്റേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞു ഇത് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പൊ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകും, ഇറങ്ങും നമ്മൾ. അപ്പൊ എന്നിട്ട് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഉള്ളിൽ ഇതൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് അപ്പോഴായിരിക്കും അത് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കാം. അപ്പൊ ആ ഹ്യൂമൻ റിസോഴ്സിനെ ഹൗ ക്യാൻ ബി യൂസ് ഇഫക്റ്റീവ്ലി, എങ്ങനെ പരമാവധി ഇവരെ നമുക്ക് അവരുടെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് പേഴ്സണൽ റോളിലെ ഫസ്റ്റ് വൺ. അതാണ് അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഇത് പരമാവധി അവരെ ഉപയോഗപ്പെടുത്താം. അത് നെക്സ്റ്റ് എന്താ, മാൻ പവർ പ്ലാനിങ് ആണ്. ഈ മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാം, അതിൽ നിന്ന് സെലക്ഷൻസ് നടത്തുക അല്ലെ. ഓരോരുത്തരെ അവരെ ഒരുപാട് എന്താ പറയാ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഓർഗനൈസേഷനിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ സെൻഡ് ചെയ്യും അല്ലെ. അപ്പൊ അതിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തണം, സെലക്ട് ചെയ്തിട്ട് വേണം റിക്രൂട്ട് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണൽ റോളിലാണ് വരിക. റിക്രൂട്ട്മെന്റ്, മാൻ പവർ സെലക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്ന റോളിലാണ് വരിക. നെക്സ്റ്റ് വൺ എന്താണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ. അതായത് ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്തു അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ദേ ഹാവ് ടു ബി ഗിവൺ സം ട്രെയിനിങ്. അതായത് നമ്മളുടെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അവരെ അറിയിക്കണം.
അവർക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിവൊക്കെ പകർന്നു കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ബിഫോർ അപ്പോയിന്റ്മെന്റ് ഷുഡ് ബി ഗിവൺ. അപ്പൊ ഇവരെ സെലക്ട് ചെയ്തു, ഓക്കെ നിങ്ങളെ റിക്രൂട്ട് ചെയ്യാം, സെലക്ട് ചെയ്യാം. ബട്ട് ആഫ്റ്റർ ബിഫോർ ഗിവിംഗ് ദാറ്റ്, ഇപ്പൊ ചില ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അറിയാം, ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇല്ല തരാം. അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന ഓർഡർ വരുന്നതിന് മുമ്പ് ചിലപ്പോ കുറച്ച് ഡേയ്സ് ആയിരിക്കാം, കുറച്ച് ദിവസങ്ങളായിരിക്കാം, ചിലപ്പോ സം മന്ത്സ് ആയിരിക്കാം, അല്ലെ? ചിലതൊക്കെ ഇയർ ഒക്കെ ഉണ്ട്. പ്രൊബേഷൻ പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഉണ്ട്. ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ വരും, പ്രൊബേഷണറി പീരീഡ് ഉണ്ട്. ചെല്ലുമ്പോ തന്നെ ചിലപ്പോ അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടില്ല. നമ്മൾ അതിന്റെ കുറച്ച് ഒരു വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവരുടെ സർവീസ് ഒക്കെ നോക്കി മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അപ്പോയിന്റ്മെന്റ് ആകുള്ളൂ കറക്റ്റ് ആയിട്ട്. അപ്പൊ അതൊക്കെ അതിന് മുമ്പൊക്കെ കൊടുക്കണം. അതിന് മുമ്പ് കൊടുക്കുന്നതാണ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വിൽ ബി ഓൾസോ ഗിവൺ അണ്ടർ പേഴ്സണൽ റോൾ. അതൊക്കെ പേഴ്സണൽ റോളിലാണ് വരിക. ദെൻ എന്താണ് മെഷർമെന്റ് ഓഫ് ആൻഡ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഓരോ എംപ്ലോയീസിന്റെയും മാത്രമല്ല അവരുടെ കൂട്ടമായിട്ടും ഒറ്റയ്ക്കായിട്ടും അവരുടെയൊക്കെ എന്താ പറയാ അവരെയൊക്കെ വിലയിരുത്തുക എത്രത്തോളമാണ്. ഇപ്പൊ ഒരു ജോലിക്കാരനെ കണ്ടു, ഭയങ്കര നല്ല സൂപ്പർ ജോലിക്കാരനാണ്, നമ്മളുടെ ഓർഗനൈസേഷന് ഇതൊരു വലിയ അസറ്റ് ആണ്, ഓക്കെ നമുക്ക് അതിനെ എന്നും നമ്മളുടെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ അതിനെ കൈവിട്ട് കളയാൻ പാടില്ല. അതിന് ചാടിപ്പോകുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ചേർത്ത് പിടിക്കണം. ചിലപ്പോഴൊക്കെ ചില ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലര് അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, ക്വാളിറ്റിക്ക് അനുസരിച്ച് അവർ കൊടുക്കുന്ന ആ ഒരു സർവീസിനനുസരിച്ച് ചിലപ്പോൾ അവർക്ക് റിട്ടേൺ കിട്ടില്ലെങ്കിൽ തന്നെ ജമ്പ് ടു അതർ ഓർഗനൈസേഷൻസ് ഇതിലേക്കൊക്കെ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പോകാതെ നമ്മൾ അവരെ പിടിച്ചു നിർത്താൻ വേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ വിലയിരുത്തുക. ഇനി ചില വർക്കേഴ്സ് ചിലപ്പോൾ ജോലിക്കാര് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവര് വരുന്നില്ലെങ്കിൽ അവർക്ക് ചില മോട്ടിവേഷൻസ് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ട്രെയിനിങ് കുറച്ചുകൂടി വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം. മറ്റുള്ളവരെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, അല്ലെ? നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, നോ ടു മെൻ ആർ ഈക്വൽ. രണ്ട് ആൾക്കാരെ നമ്മൾ ഏതെങ്കിലും രണ്ടാൾക്കാരെ വെച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. കഴിവുകളിൽ വ്യത്യസ്തതയുണ്ട്, ഫീലിങ്സിൽ വ്യത്യസ്തതയുണ്ട്, ബിഹേവിയറിൽ വ്യത്യസ്തതയുണ്ട്. ഒത്തിരി ഡിഫറൻസാ ഉള്ളത്. സിമിലാരിറ്റിക്കാളും കൂടുതൽ വ്യത്യസ്തതകളാ ഉള്ളത് മനുഷ്യന്മാർ തമ്മിൽ. സോ അപ്പൊ എല്ലാവരും ഒരേപോലെ ആക്കാനായിട്ട് പരമാവധി നമ്മൾ ശ്രമിച്ചാൽ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അസസ്മെന്റുകൾ ഷുഡ് ബി ഡൺ അണ്ടർ പേഴ്സണൽ റോൾ. അപ്പൊ ഈ പേഴ്സണൽ റോളിലാണ് ഈ പറയുന്ന കാര്യമൊക്കെ ചെയ്യുന്നത്. എന്താണ്? ഒന്ന് അഡ്വൈസറി മാനേജ്മെന്റ് in making use of the human resource, maximum use of human resources, പരമാവധി ഹ്യൂമൻ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തുക. മാൻ പവർ പ്ലാനിങ് സച്ച് ആസ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര, അതും പേഴ്സണൽ റോളിലാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മെൻ, അതായത് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസും, അലൈൻഡുള്ള എല്ലാ എംപ്ലോയീസിന്റെയും ട്രെയിനിങ്ങും ഡെവലപ്മെന്റും. പിന്നെ ലാസ്റ്റത്തേതാണ് മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ബിഹേവിയർ. എല്ലാവരുടെയും ഒറ്റയ്ക്കുള്ളതും ഗ്രൂപ്പായിട്ടും ഇവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്തുക. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു വെൽഫെയർ റോളാണ്. വെൽഫെയർ, ക്ഷേമത്തിനുള്ള ഒരു പങ്കാണ് ഹ്യൂമൻ റിസോഴ്സുകളുടെ ക്ഷേമം. അതിലൊന്നാണ് റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. ഇടയ്ക്കിടയ്ക്ക് അവരെ വിസിറ്റ് ചെയ്തിട്ട് ആ എന്താ പറയാ ഓർഗനൈസേഷനും ആയിട്ട് ഈ പറയുന്ന തൊഴിലാളികൾക്ക് എന്തെങ്കിലുമൊക്കെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക. നിങ്ങൾക്ക് ഇവിടെയൊക്കെ എല്ലാവരും ഓക്കെ ആണോ? ശമ്പളം, ജോലി ചെയ്യിപ്പിക്കുക, ശമ്പളം കൊടുക്കുക, ഇത് മാത്രം ആയാൽ പോരെ. ഇടയ്ക്ക് ഒന്ന് അവരുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഗ്രൂപ്പായിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ഒരു മീറ്റിംഗ് പോലെയോ അവരുടെ ക്ഷേമമൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ, അല്ലെ? അത് അവരുടെ എന്താ പറയാ അന്വേഷിക്കുന്നുണ്ടല്ലോ, നമ്മളപ്പോ അവരുടെ ഒരു ഭാഗമാണ്, നമ്മളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. വെറുതെ നമ്മൾ ഒരാൾ വന്നിട്ട് ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറച്ച് നല്ല ഫ്രണ്ട്ലി ഒരു അപ്രോച്ച് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചില ആൾക്കാരെ നമുക്ക് വിളിക്കുമ്പോൾ തന്നെ അവർ ജോലിക്കായിട്ട് നമ്മുടെ വീടുകളിൽ വരും. നമ്മൾ കൊടുക്കുന്ന ശമ്പളം മാത്രം അല്ലെങ്കിൽ കൂലി മാത്രമല്ല അവര് വിചാരിച്ചിട്ട് വരിക. അവർ എന്താ പറയാ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അവര് മോശം പെരുമാറ്റമാണ് അവിടുത്തെ അവരൊക്കെ എന്നൊക്കെ അവര് തോന്നുമ്പോ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നില്ല, അല്ലെ? അപ്പൊ അതുപോലെ നമ്മളുടെ അങ്ങനെ ആകരുത്. ഒരു ഓർഗനൈസേഷനിൽ പേഴ്സണൽസും അതുപോലെ ഓർഗനൈസേഷണൽ പ്രോബ്ലംസും ഒക്കെ ഉണ്ടോ എന്നൊക്കെ റിസർച്ച് നടത്തുക. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് അന്വേഷിക്കുക, അതിനുവേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ നടപ്പിലാക്കുക. മാനേജിങ് സർവീസ് ക്യാൻറ്റീൻസ് ആൻഡ് ക്രഷസ്. എന്താണ് ഈ ക്യാൻറ്റീനുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അതും ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി മാനേജ് ചെയ്യാം. പിന്നെ ക്രഷസ്, എന്താ ക്രഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ഇപ്പൊ ഈ ജോലിക്കൊക്കെ വരുന്നേ എന്താ പറയാ ജോലിക്കാരുടെ അല്ലെങ്കിൽ ഈ വേജസിന് ജോലിക്ക് വരുന്ന ആൾക്കാരിലാണ് കൂടുതൽ അത് നമുക്ക് കാണാം. അല്ലാത്തവര് വല്ലയിടത്തൊക്കെ കൊണ്ടുപോയാക്കും. ഇങ്ങനെയുള്ള കുട്ടികൾ, അവരുടെയൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു
സിസ്റ്റമാണ്. വർക്ക്മെന്നിന്റെ ജോലിക്കാരുടെയൊക്കെ കുട്ടികളെയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ്. അതിനെയാണ് നമ്മൾ ക്രഷസ് എന്ന് വിളിക്കാം. വലിയ വലിയ കാശുകാരായിട്ടുള്ള ജോലിക്കാരൊക്കെ ആണെങ്കിൽ അവരവിടെ ഡേ കെയറിലും മറ്റൊക്കെ വലിയൊരു ഫിക്സ്ഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോയാക്കും. അപ്പൊ അവര് തന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന സമയം വരെ അവർ നോക്കിക്കോളും. അങ്ങനെയല്ല, ഇവിടെ വർക്ക്മെൻ ആണ്. അതായത് ഒരു ബോട്ടം ലെവലിലുള്ള മെൻ ആണെങ്കിൽ അവരുടെ കുട്ടികളെയൊക്കെ നോക്കാനുള്ള ഒരു സൗകര്യമൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം, അതാണ് ക്രഷസ്. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതൊക്കെ ക്ഷേമത്തിന്റെ ഒരിതാണ്. നിങ്ങൾ ജോലിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൊച്ചുങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളണം എന്ന മൈൻഡ് ആവരുതെന്ന്. കൊച്ചുകുട്ടിയുണ്ട്, പക്ഷേ ദേ ആർ വെൽ ക്വാളിഫൈഡ്, അല്ലെങ്കിൽ ദേ ഹാവ് മെനി ക്വാളിറ്റീസ്. അവർക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി കഴിവുള്ള ആൾക്കാരാണ്. ഈ ഓർഗനൈസേഷന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരാണ്. ചിലപ്പോൾ ജോലിക്ക് ഇരിക്കാതെ തന്നെ കുട്ടികളൊക്കെ അത് കഴിഞ്ഞ പിന്നെ ആയിരിക്കും അയക്കണേ. അപ്പൊ അവരുടെ പ്രഗ്നൻസിയും അതുപോലെ എന്താ പറയാ ഈ മെറ്റേണിറ്റി ആ ലീവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞു കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് നോക്കുന്ന സ്ഥലങ്ങളിൽ അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർ പ്ലേസ്, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളതൊക്കെ വെൽഫെയറിനകത്ത് വരിക. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും കൂടി ചേർത്ത് നിർത്തി അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കൗൺസിലിങ്ങും പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവർക്കൊരു ലീഡർഷിപ്പും ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ അതും ഒരു വെൽഫെയർ റോളാണ്. അപ്പൊ പേഴ്സണൽ മാനേജറിന്റെ വെൽഫെയർ റോളിൽ ഈ പറയുന്ന 3 എണ്ണാണ് പെടുക. ഒന്ന്, റിസർച്ച്, പേഴ്സണൽ ഓർഗനൈസേഷൻ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. 2, മാനേജിങ് സർവീസസ് സച്ച് ആസ് ക്യാൻറ്റീൻസ്, ക്രഷസ് എക്സെട്ര. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. വർക്ക്മെന്റെ ഒക്കെ കുട്ടികളെ നോക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുറത്ത് 15 രൂപയുടെ എന്തെങ്കിലും എന്താ പറയാ സ്നാക്ക് ആണെങ്കിൽ ഇവിടെ അത് വളരെ തുച്ഛമായ വിലയ്ക്ക് ഈ വർക്ക്മെന്നിന് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു പല രീതിയിലും അത് കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അതുപോലെ മോട്ടിവേഷൻസ്, ലീഡർഷിപ്പ്, പിന്നെ കൗൺസിലിംഗ് ഒക്കെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ക്ലറിക്കൽ റോൾ ആണ്. പേഴ്സണൽ മാനേജറുടെ റോളുകൾ തീർന്നിട്ടില്ല. ക്ലറിക്കൽ റോൾ, അതായത് ക്ലിയറൻസ് ചെയ്യേണ്ട ചില റോളുകൾ കൊണ്ടിട്ട്. ഒന്ന്, ടൈം കീപ്പിംഗ്, എംപ്ലോയീസിന്റെ ഒക്കെ വരണതും പോണതും ഒക്കെ ടൈം ഒക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. അതാണ് ടൈം കീപ്പിംഗ്. വരുന്ന സമയം പോകുന്ന സമയമൊക്കെ പഞ്ചിങ് ആണെങ്കിൽ പഞ്ചിങ് രീതിയിൽ ഏത് രീതിയാണോ അവര് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. അത് ക്ലറിക്കൽ ഡ്യൂട്ടിയാണ്. പിന്നെ സാലറി ആൻഡ് വേജ് അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്സ്, എന്താ പറയാ ശമ്പളം, കൂലി, മറ്റുള്ള കാര്യങ്ങളും, അതുപോലെ പലതരത്തിലുള്ള ഇൻസെന്റീവ്സ് ഉണ്ട്. പല ഇൻസെന്റീവ് കൊടുക്കുമല്ലോ ചിലർക്കൊക്കെ, പല ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു റോളിലവര്. ഇതൊക്കെ ഓരോ റോളുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുള്ളൂ. എല്ലാം തന്നെ പേഴ്സണൽ മാനേജറിന്റെ റോളാണ്. അത് ഏതൊക്കെ വിഭാഗത്തിൽ വരും എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. പേഴ്സണലിൽ വരും, വെൽഫെയറിൽ വരും, ക്ലറിക്കലിലാണ് സാലറി വേജ് ഒക്കെ വിടുക. പിന്നെ എന്താണ്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, പല രീതിയിലുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. നേരത്തെ നമ്മള് ടൈം കീപ്പിംഗ് പറഞ്ഞ പോലെ തന്നെ അത് വരുന്നതും പോകുന്നതും ഓരോ എംപ്ലോയീസും എപ്പൊക്കെ വരുന്നു പോകുന്നു എന്ന് കാണിക്കുന്ന ടൈം കീപ്പിംഗ് ആയിട്ടുള്ള സ്കെഡ്യൂൾ ഉണ്ടാക്കുക. പിന്നെ റെക്കോർഡുകൾ, പല കാര്യങ്ങൾക്കും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക. പിന്നെ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് ആണ്. മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, മനുഷ്യരും അവിടെ അവരുപയോഗിക്കുന്ന മെഷീൻസും തമ്മിലുള്ള ബന്ധം, അതാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് പോയി. ഹ്യൂമൻ റിസോഴ്സ്, ഇപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സിസ്റ്റം, മുമ്പിലിരിക്കുന്ന ആ സിസ്റ്റവും അതുപോലെ ഞാനും തമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു എഞ്ചിനീയറിംഗ് പ്രോസസ്സ്, അവരുടെ റിലേഷൻഷിപ്പ്, അതൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ ക്ലറിക്കൽ റോളിൽ വരുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളാണ്. ഫയർ ഫൈറ്റിംഗ് ഒരു ഇച്ചിരി കടിച്ചാപ്പൊട്ടാത്തൊരു എന്താ പറയാ ഒരു റോള് തന്നെയാണ്. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ്, പ്രശ്നങ്ങളാണ്. എന്താ അത്? ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ആണ്. എന്താണ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്? പരാതികൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് അത് ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫയർ എന്താ പറയാ തീപിടുത്തം ഉണ്ടായിട്ട് അതിനകത്ത് പോയിട്ട് അത് കെടുത്തുന്ന കാര്യമല്ല ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. നിയമപരമായ ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് അവിടെ തന്നെ നടത്താൻ പറ്റും. പക്ഷെ ചിലതൊക്കെ നിയമപരമായ രീതിയിലേക്കൊക്കെ പോകും. ഓർഗനൈസേഷൻ ആണ്, മനുഷ്യന്മാരാണ്, പല ഫീലിങ്സ് ഉള്ളവരാണ്. ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങളോട് വിയോജിപ്പുണ്ടായാൽ അത് ചിലപ്പോ വാക്ക് തർക്കങ്ങളിലേക്കോ പിന്നീട് അത് കയ്യാങ്കളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതാണ് പരാതികളുടെ ഹാൻഡിലിംഗ് ആണ്. അപ്പൊ ഇത് മാത്രമല്ല, എംപ്ലോയീസും തമ്മിലുണ്ടാകുന്ന പരാതികളൊക്കെ ഇപ്പൊ നമുക്ക് എംപ്ലോയീസിന് കുറെ പരാതികളുണ്ട്. എംപ്ലോയർ അത് കേൾക്കാൻ തയ്യാറാകണം അല്ലെ. അത് വലിയ
എഴുതിക്കുത്തിയുള്ള എന്താ പറയാ നിയമപരമായ പരാതികളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലൂടെ നമുക്ക് തന്നെ തീർക്കാൻ പറ്റും അല്ലെ. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ പല രീതിയിലും പല ആളുകളും തമ്മിൽ പല വഴക്കുകളൊക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പൊ ഫാമിലീസിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാകും. ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് തന്നെ കോംപ്രമൈസിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും തീർക്കാൻ പറ്റും. പക്ഷെ കുറേതൊക്കെ എന്താ പറ്റില്ല. അപ്പോഴാണ് ഇതിലേക്ക് പോകുക, ലീഗൽ ആയിട്ടുള്ള നടപടികളിലേക്ക് പോകുക. ദാറ്റ് മീൻസ് അത് ഡൈവോഴ്സിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അതുപോലെ ഏത് സ്ഥലത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലീഗലായിട്ട് തന്നെ പോകേണ്ടി വരും. അപ്പൊ അതിലേക്ക് പോകാതിരിക്കാനായിട്ട് ഓർഗനൈസേഷൻ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതൊരു ബ്ലാക്ക് മാർക്കാണ്. അവിടെ എപ്പോഴും പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിന്റെ ആ ബിസിനസിന്റെ പേരിൽ, ആ ഓർഗനൈസേഷന്റെ പേരിൽ എപ്പോഴും കേസും കൂട്ടൊക്കെയാണ്. എപ്പോഴും പോലീസൊക്കെ വന്ന് അന്വേഷിക്കുന്നു അല്ലെ, കോടതിയിൽ കേസാണ്, അവിടുത്തെ എംപ്ലോയീസ് എംപ്ലോയർ തമ്മിൽ എന്നൊക്കെ പറഞ്ഞൊക്കെ പുറത്തൊരു അഡ്വർടൈസ്മെന്റ് ആകുമല്ലോ. അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഗ്രീവിയൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ആണ്. പിന്നെന്താ, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. അതാണ് പറഞ്ഞത്, ഇവിടെ ഉണ്ടാകുന്ന വഴക്കുകളൊക്കെ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കുക, സെറ്റിൽ ചെയ്യുക. ഹാൻഡിലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻ, ഈ പറയുന്ന ഗ്രീവിയൻസ് പരാതികളൊക്കെ വരുമ്പോൾ അതിന് പ്രത്യേകമായ രീതിയിൽ ഏതെങ്കിലും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെതിരെ കൈകാര്യം ചെയ്യുക. പിന്നെ കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്താ, എംപ്ലോയീസ് കൂട്ടമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പരാതികൾ ഉന്നയിക്കും. ആ കൂട്ടമായ പരാതികളെയൊക്കെ നേരിടേണ്ടി വരും. അപ്പൊ കൂട്ടമായിട്ടോ ഒറ്റയ്ക്കോ ഉണ്ടാകുന്ന പരാതികളൊക്കെ ക്ലിയർ ചെയ്യുക, അതിനൊക്കെ കൃത്യമായ രീതിയിലുള്ള ആക്ഷൻസ് എടുക്കുക, തർക്കങ്ങളെയൊക്കെ സെറ്റിൽ ചെയ്യുക. ഇതൊക്കെ ഏതിലാ വരിക? ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ. അല്ലാണ്ട് തീപിടുത്തമുണ്ടായ കാര്യമല്ല ഇവിടെ പറയണേ. അപ്പൊ റോൾ ഓഫ് പേഴ്സണൽ മാനേജർ 4 ക്ലാസിഫൈ ചെയ്തതിൽ ഓരോന്നുമാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയോ എല്ലാവർക്കും? രണ്ടുപേർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് നോക്കുക. എന്നിട്ട് ഏതെങ്കിലും പോയിന്റിലുള്ളത് ഉള്ളിൽ കിടക്കുന്നതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വേഗം പോകുന്നതായിരിക്കും. കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണിത്. ഒരു 8-10 ക്ലാസ് കൊണ്ടൊക്കെയാണ് ഞാനിത് തീർത്തത്. കാരണം ഹ്യൂമൻ റിസോഴ്സിന്റെ മൊത്തത്തിൽ ഒറ്റ ചാപ്റ്റർ ആയിട്ട് വന്നേക്കുന്നതുകൊണ്ട് ഒരു കുറെ പേജസ് ഉണ്ട് ഇത്. ആണോ? ഓക്കെ, കഴിഞ്ഞല്ലോ. അടുത്തെടുക്കട്ടെ? ഓക്കെ. നെക്സ്റ്റ് വൺ, മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷനിൽ ഏതൊക്കെ രീതിയിലുള്ള മാനേജ്മെന്റ് പ്രോസസ്സുകൾ ഉണ്ട്? പേഴ്സണൽസ് മീൻസ് തൊഴിലാളികൾ, തൊഴിലിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. അതെന്താണ്? ഇൻഫ്ലുവൻസിങ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ആണ് കേട്ടോ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യക്തിപരവും അതുപോലെ എന്താ പറയാ സംഘടനാപരവുമായിട്ടുള്ള ഒരു ബിഹേവിയർ. ഇത് നമുക്കൊരു ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം അല്ലെ. അത് എന്റെയും കൂടി ആവശ്യമാണ്. ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഓർഗനൈസേഷൻ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം പ്രാപ്തി ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഐ മസ്റ്റ് ഓൾസോ ഡു സംതിങ്. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം.
അപ്പൊ അത് ഞാൻ മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കും അതുപോലെ തന്നെ എന്റെ കൂട്ടാളികളും എല്ലാവരും കൂടി ഒരുമിച്ച് അതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയും. ഞാൻ നേതൃത്വം വഹിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം അല്ലെ. നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഐഡിയാസ് നമ്മൾ കൊടുത്ത് എങ്ങനെ നമുക്ക് അതിനെ എന്താ പറയാ ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു ഓർഗനൈസേഷൻ ഗോൾ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ എങ്ങനെ നമുക്ക് സക്സസ് കണ്ടെത്താം എന്നുള്ളതാണ് ലീഡർഷിപ്പ് പ്രോസസ്സ്. പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് കുറച്ചുണ്ട്, അതിൽ ഒന്നാമത്തേതാണ് ലീഡർഷിപ്പ് പ്രോസസ്സ്. അപ്പൊ എന്താണത് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്? അപ്പൊ ആ ഓരോന്നും പഠിച്ചു വെക്കണം, കാരണം അതിൽ നിന്ന് പഠിച്ചു വെക്കാൻ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. അപ്പൊ ഡാഷ് ഇൻവോൾവ്സ് ഇൻ ഇൻഫ്ലുവൻസിങ് the individual and group behavior towards the achievement of organizational goals എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കുറെ പ്രോസസ്സുകളുണ്ട്, അതിന്റെയൊക്കെ പേരൊക്കെ ഫിക്സ് ചെയ്ത് തരും. അപ്പൊ അത് ലീഡർഷിപ്പ് പ്രോസസ് ആണ്. രണ്ടാമത്തേത് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആണ്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ്, ഇക്വാലിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടു ഓൾ ഫെയർ കോമ്പൻസേഷൻ ആണ് ഫോർ ദെയർ വർക്ക്. ഓരോരുത്തരും ചെയ്യുന്ന ജോലികൾക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള, വളരെ എന്താ പറയാ മലയാളത്തിൽ വാക്ക് എന്താ പറയാ റീസണബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതമായ, അതായത് അതിന് യോജിച്ച രീതിയിലുള്ള ഒരു എന്താ പറയാ കൂലി, എന്ത് സാലറി വേജസോ എന്താണോ അത് കൊടുക്കുക. എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. എല്ലാവരും പല എന്താ പറയാ മനുഷ്യന്മാരാണ്, അത് മെന്നായിക്കോട്ടെ വിമനായിക്കോട്ടെ, ഏത് റേഞ്ചിൽ ജോലി ചെയ്യുന്നവര് വേജസ് കൊടുക്കുന്നത്, ഡെയിലി വേജസ് വന്ന് ജോലി ചെയ്യുന്നവർക്ക് ഒരാൾക്ക് എന്താ കൊടുക്കണം അത് തന്നെ ആയിരിക്കണം. അത് ഒരാണായതുകൊണ്ട് എന്താ പറയാ 1000 രൂപ കൂടുതൽ കൊടുത്തു, പെണ്ണായതുകൊണ്ട് കുറച്ച് കൊടുത്തു, അങ്ങനെ പാടില്ല. ഈക്വൽ ആയിരിക്കണം. രണ്ടുപേരും ചെയ്യുന്ന സെയിം ലെവൽ ഓഫ് വർക്ക് ആണെങ്കിൽ ഷുഡ് ബി പെയ്ഡ് ഈക്വൽ. അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഫെയർ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ് അവർക്ക് ചെയ്യുന്ന ജോലിക്ക് കൊടുക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ജസ്റ്റിസ്, ആ വാക്കാണ് നീതി, ന്യായമായ എന്നർത്ഥം, ന്യായമായ ഒരു തീരുമാനം ഉള്ള പ്രോസസ്സ്. അത് ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഓഫ് വർക്ക് ഈസ് കോൾഡ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ട്രീറ്റ്മെന്റ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്നാണ്. അടുത്തത് എന്താണ്? ടാസ്ക് സ്പെഷ്യലൈസേഷൻ. ടാസ്ക് സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാ? ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അതായത് മൊത്തത്തിലുള്ള ജോലിനെ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ജോബ്സ് ആയിട്ട്, ഓരോ ജോലിക്കാർക്ക് ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുക്കുക. അതാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ. അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലി. ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാനാ കഴിവ്, അല്ലെങ്കിൽ എനിക്ക് ഏത് വിഷയം എടുക്കാനാ കഴിവ്, അത് എനിക്ക് തരാം. അല്ലാണ്ട് എടുക്കാൻ അറിയാൻ പാടില്ലാത്തത് നീ പഠിപ്പിച്ച് ശരിയാക്കിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കലല്ലോ അല്ലെ. ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഒരു എന്താ പറയാ നമ്മളതിനെ നമ്മള് പരീക്ഷണമല്ല, പരീക്ഷിക്കാനുള്ള സമയമൊന്നുമില്ല അല്ലെ. ഇപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഇന്ന ഇത് മാത്സ് പഠിപ്പിക്കാനാണ് താല്പര്യവും, എനിക്ക് അതിലാണ് കൂടുതൽ ക്വാളിഫിക്കേഷനും ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ അതിലാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ട് പഠിപ്പിക്കാൻ എനിക്ക് അതാണ്. അതേസമയം മലയാളം ഗ്രാമറും വ്യാകരണവും കുന്തോ കുറച്ചൊക്കെ പഠിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ ആർക്കാണോ സ്പെഷ്യലൈസ് ഉള്ള വർക്കിനെ, മൊത്തത്തിലുള്ള വർക്കിനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓരോരുത്തർക്കും അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയാ, പ്രോസസ് എന്ന് വിളിക്കുക. അപ്പൊ രണ്ടെണ്ണം ഇപ്പൊ മൂന്നെണ്ണം പറഞ്ഞു. ഏതൊക്കെയാ? ലീഡർഷിപ്പിനകത്ത് വരുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്നാ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ ആണ്, ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. അത് രണ്ടാമത്തെ പറഞ്ഞ്. മൂന്നാമത് പറഞ്ഞ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് ഇൻ ടു ഇൻഡിവിജ്വൽ ജോബ്സ്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജോബുകൾ മൊത്തത്തിലുള്ള ജോബിൽ നിന്നും വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്താണ്? സ്റ്റാഫിംഗ് പ്രോസസ് ആണ്. സ്റ്റാഫിംഗ് പ്രോസസ് എന്താണ്? അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നു? പ്ലാനിങ്, ഡെവലപ്പിംഗ്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, എവിടെ നിന്നൊക്കെ ആൾക്കാരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ തരുന്ന ആപ്ലിക്കന്റിൽ വിലയിരുത്തുക, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്, അവർക്ക് കൊടുക്കുന്ന തൊഴിലിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ, ഇൻഡക്ഷൻ, ഇൻഡ്യൂസ്മെന്റ് ആണ്. ഇൻഡക്ഷൻ അതായത് അവര് തരുന്ന അവർക്ക് ജോലിക്ക് അവർക്ക് പ്രത്യേകമായിട്ട് ഏതൊക്കെ ആളുകളെ തെരഞ്ഞെടുക്കണം ജോലിക്ക് വേണ്ടിയിട്ട്, ഓരോ ഗ്രൂപ്പിൽ നിന്നും അതിന്റെ ഓർഗനൈസേഷനിലേക്ക് വേണ്ട ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പരിപാടി, അതാണ് ഇൻഡക്ഷൻ. പിന്നെ ഓറിയന്റേഷൻ, അറേഞ്ച്മെന്റുകൾ, ട്രാൻസ്ഫേഴ്സ്, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരാളെ ഒരു വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഡിമോട്ട് ചെയ്യുക. ഡിമോഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്ഥാനത്തു നിന്നും ഒരു ജോലി കയറ്റം,
മറ്റേത് ഒരു പണിഷ്മെന്റ് പോലെയുള്ള കാര്യമാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. അതായത് ജോലിയിൽ നിന്ന് താഴെ തട്ടിലേക്ക് തള്ളുക. ഓക്കെ, അതൊക്കെ വരുന്നത്. അപ്പൊ ഇതെല്ലാം ചേർന്നതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയാം. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാഷ് ഇൻക്ലൂഡ്സ് മാൻ പവർ പ്ലാനിങ്, ഡെവലപ്പിംഗ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്, ഇൻഡക്ഷൻ, ഓറിയന്റേഷൻ, ട്രാൻസ്ഫോംസ്, പ്രൊമോഷൻ, ഡിമോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് സ്റ്റാഫിംഗ് പ്രോസസ്സിലാണ് വരിക. ഓരോന്നിനും പ്രത്യേകം വേണ്ട ആ വാക്ക് സ്ട്രൈക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ആ ഒരു ഡാഷ് ഇട്ട് തരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട്, അത് കുറെ പ്രോസസ് ഉണ്ട്. എത്ര ഉണ്ട് നോക്കിയേ. അപ്പുറം നമ്മള് 3 പറഞ്ഞു, ഇവിടെയും 3 ഉണ്ട്. 3 2 അല്ല 4 ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും പ്രോസസ്സുകൾ ഉണ്ട്. 7 പ്രോസസ്സുകൾ ഉണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആകരുത്. അടുത്തത് എന്താ, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സ്. പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്? അത് കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് ആണ് വർക്ക്. അതായത് അവിടെയുള്ള എംപ്ലോയീസിന്റെ ഒക്കെ ജോലിയെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇഫ് നെസസറി ദേ ക്യാൻ ബി പ്രൊമോട്ടഡ് ഓർ their payment can be raised or they can be transferred to some other places or they can be given some training. അങ്ങനെയൊക്കെ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വർക്കേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ എംപ്ലോയീസിനെയൊക്കെ വർക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് എന്ന് വിളിക്കുക. പെർഫോമൻസ് അപ്രൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യുക, അസസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ അസസ് ചെയ്യുമ്പോൾ ചില ആൾക്കാരുടെയൊക്കെ പെർഫോമൻസ് വളരെ ഹൈ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഭയങ്കര ടോപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ they can be promoted, അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം. അല്ല, നമ്മൾ പ്രതീക്ഷിച്ച ആളിൽ നിന്ന് ഇത്രയല്ല പ്രതീക്ഷിച്ച, ഭയങ്കര മോശം ഒരു പെർഫോമൻസ് ആണ് ആള് കാഴ്ചവെച്ചേക്കണേ, സോ ദേ ഹാവ് ടു ബി ഡിമോട്ടഡ്. എന്തിനാ നമ്മൾ അത്രയും ശമ്പളം കൊടുത്ത ആളെ അവിടെ നിർത്തുന്നത്? കുറച്ച് എന്താ പറയാ, ഡിമോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ആ കൊടുത്ത ജോലിയിൽ നിന്നും നേരത്തെ വലിയ വേറെ ഏതെങ്കിലും പൊസിഷൻ ആയിരുന്നു, താഴേക്കുള്ള പൊസിഷനിലേക്ക് അയാളെ ഡിമോട്ട് ചെയ്യുക. അതൊരു പണിഷ്മെന്റ് പോലെ. സോ ദാറ്റ് ഇനി അതിൽ നിന്ന് അയാൾ നേരെ എന്താ പറയാ നന്നായി ചെയ്ത് ഉയർന്നു വരട്ടെ. സോ അതിനുശേഷം അവർക്ക് വീണ്ടും പ്രൊമോഷൻസിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ആ ചെയ്ത ജോലി നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല രീതിയിൽ ചെയ്തെങ്കിൽ അവരുടെ പേയ്മെന്റ് ഒന്ന് റേസ് ചെയ്യാം. അതൊക്കെ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻസ് ആണ്. അപ്പൊ അതും ഈ പറയുന്ന മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ്. Training, as the name indicates, we know that it is the particular training given to increase the quality of work of the individuals. അവിടെയുള്ള ജോലിക്കാരുടെയൊക്കെ ജോലിയുടെ ക്വാളിറ്റി, ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കാം. അതിനെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് വിളിക്കാം. ബ്ലെൻഡ് ഓഫ് മെനി സബ് പ്രോസസ്സസ്, അതായത് കുറെ പ്രോസസ് ഒക്കെ കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് എന്താ പറയാ വർക്കേഴ്സിന്റെ ജോലിക്കാരുടെയൊക്കെ ഓരോ വ്യക്തികളുടെ വ്യക്തിപരമായ ജോലിയുടെയൊക്കെ ക്വാളിറ്റിയെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. ദെൻ നെക്സ്റ്റ് വൺ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് എന്ന് പറയുന്നത് അതായത് അവർക്ക് ബൈ ഗിവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ് ദേ ക്യാൻ എന്താ പറയാ ഗീവ് സം മോട്ടിവേഷൻസ്. അതായത് ഈ എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അവര് കുറച്ച് കൂടുതലായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തെങ്കിൽ അവർക്ക് ചില റിവാർഡുകൾ കൊടുക്കാം. നമ്മൾ അവാർഡ് കൊടുക്കുന്ന പോലെ അത് എന്താ പറയാ ഫിനാൻഷ്യൽ രൂപത്തിലാകാം, നോൺ ഫിനാൻഷ്യൽ ചിലപ്പോൾ പൈസ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അല്ലാത്ത രീതിയിൽ. നോൺ ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ വല്ല എന്താ പറയാ എംപ്ലോയീസ് തമ്മിൽ എല്ലായിടത്തൊക്കെ ടൂർ പോകുമ്പോൾ അവർക്ക് ആ പോകുന്ന കൂട്ടത്തിൽ ഈ ആളെ കൂടി കൂട്ടാം. കാരണം അയാൾ നമ്മൾ പ്രതീക്ഷിച്ചതിനും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൾക്ക് അല്ലെങ്കിൽ ആ ആൾക്ക് പ്രത്യേകം ഒരു പരിഗണന വേറെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് ആണ്. അതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ട്രേഡ് യൂണിയൻസ് ആൻഡ് ദ എംപ്ലോയേഴ്സ്. ഈ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടുത്തെ ജോലി കൊടുക്കുന്ന ആളും ജോലി എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈ ജോലി എടുക്കുന്ന ആളുകൾ തമ്മിൽ ഒരു ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടാക്കും. ചിലപ്പോൾ ആ ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാർ തമ്മിൽ ഒരു യൂണിയൻ ഒക്കെ ഉണ്ടാക്കും, ഫോം ചെയ്യും. അപ്പൊ അവരും എംപ്ലോയർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാം, ബാർഗെയിൻസ് ഉണ്ടാകാം. എന്തിനെ സംബന്ധിക്കുന്നതായിരിക്കാം വാക്കുതർക്കങ്ങള്? ചിലപ്പോൾ റിഗാർഡിങ് വേജസ് ആയിരിക്കാം, അവരുടെ കൂലിയെ സംബന്ധിക്കുന്നതായിരിക്കാം, ചില കിട്ടേണ്ട ബെനിഫിറ്റുകളാകാം,
ചിലപ്പോൾ അവേഴ്സ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലിയുടെ അവറുകൾ ഭയങ്കരമായിട്ട് കൂടിപ്പോയി, അതിനെ സംബന്ധിക്കുന്നതാകാം. അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസ്, ചുറ്റുപാട് അത്ര നല്ല രീതിയിലുള്ളതല്ല, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളതല്ല, അതിനെ സംബന്ധിക്കുന്നതാകാം. അപ്പൊ എംപ്ലോയീസ് അങ്ങോട്ട് ചോദിക്കും എംപ്ലോയറിനോട് പല രീതിയിലും ബാർഗെയിൻസ് ചെയ്യണം, ഞങ്ങൾക്ക് ഇങ്ങനെ പോരാ, ഞങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് എന്ന് വിളിക്കുക. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്നതാണ്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിൽ പഠിച്ച ഏതൊക്കെയാണ് ഒന്ന് വായിച്ചു നോക്കിയേ. ലീഡർഷിപ്പ് പ്രോസസ് അല്ലെ, ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, സ്റ്റാഫിംഗ് പ്രോസസ്, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്, കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്. 8 എണ്ണമാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഓരോന്നിനും ഓരോ രീതിയിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ആ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് നമുക്ക് 1 വേർഡ് ആയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കാം പെട്ടെന്ന്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്, കുറച്ച് ലെങ്തിയുമാണ്. അതുകൊണ്ട് ഞാൻ ഓടിയൊന്നും പോകുന്നൊന്നുമില്ല, നിങ്ങളത് മനസ്സിലാക്കി തന്നെ പോകുക. ഓടാനാണെങ്കിൽ ഓടാൻ വേണമെങ്കിൽ വേഗം എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് ഷാരോൺ? ഓക്കെ, താങ്ക് യു. ഒന്ന് വേഗം വായിച്ചു. കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. പേഴ്സണൽ പോളിസിയാണ്, തൊഴിൽ നയമാണ്. തൊഴിൽ നയം ഏത് തൊഴിലിനും ഏത് തൊഴിൽ സംരംഭങ്ങൾക്കും ഓരോ പ്രത്യേക നയങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ടു അക്കംപ്ലിഷ് ഓർ ടു എന്താ പറയാ, ടു വർക്ക് ടുവേർഡ്സ് സം ആക്സെപ്റ്റബിൾ ഔട്ട്കംസ് ഓർ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ ഒരു തൊഴിലിനും ഓരോ നയങ്ങൾ വെക്കുന്നത്? അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണോ നമ്മൾ അതിന്റെ ലക്ഷ്യങ്ങള്, അതിന്റെ റിസൾട്ട് എന്തൊക്കെയാണോ അത് നമുക്ക് സ്വീകാര്യമായ രീതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടി ഒരു ഗൈഡ് വേണ്ടേ? ചില കാര്യങ്ങൾക്ക് ഗൈഡ് ഉണ്ടെങ്കിൽ വൃത്തിയായിട്ടും കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളും. ഗൈഡൻസ് ഇല്ലാണ്ട് വരുമ്പോൾ ആകെ താറുമാറായി പോകും.
അപ്പൊ ഇവിടെ ഏതൊരു ഓർഗനൈസേഷനും അതിൻ്റെതായ ഒരു പോളിസി ഉണ്ട്. ആ പോളിസീസ് ഫ്രെയിം ചെയ്ത് വെച്ചാൽ അവർക്ക് അതിലൂടെ കടന്നു പോകാം. അതിലൂടെ നടന്ന് കൃത്യമായ ലക്ഷ്യസ്ഥാനം എത്താനും കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കും. അതാണ് അതിന്റെ രീതി. അല്ല നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങി, കുറെ കാശുണ്ട്, കുറെ ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സിൽ കുറെ ജോലിക്കാരെ കൊണ്ടുവന്ന് ശമ്പളത്തിനൊക്കെ വേണ്ടി നിർത്തി, അത് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥം ആയിട്ട് ഇങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ച കാര്യം നടക്കില്ല, അല്ലെ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈച്ച് ആൻഡ് എവറി ടൈം ഓരോ ദിവസവും നമ്മൾ അവരുടെ ഒപ്പമായിരിക്കണം. അവിടെ ഇത്ര രീതിയിൽ നല്ല രീതിയിൽ വിശ്വസ്തരായിട്ടുള്ള ജോലിക്കാരുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, നമ്മൾക്ക് അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളും എന്ന് നമ്മൾ മനസ്സിലാക്കി മാത്രം അവിടെ ഇരുന്ന് നമ്മളൊന്നും ചെയ്യാതെ നോക്കിയിരുന്നാൽ നമ്മളുടെ സംരംഭം, നമ്മൾ എന്ത് സംരംഭമാണോ കെട്ടിപ്പടുത്തിരിക്കുന്നത് അതൊക്കെ കൊളാപ്സ് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വരില്ല. നമ്മളും കൂടി അതിന്റെ ഒപ്പം നിൽക്കണം. നമ്മൾ ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക നിമിഷത്തില് ഈ പറയുന്ന ഏത് ആളുകളാണെങ്കിലും, നമ്മൾ എത്ര ട്രസ്റ്റ് ചെയ്തിരുന്ന ആളുകൾ വേണമെങ്കിലും നമുക്ക് എന്താ പറയാ, നമുക്ക് വേണ്ടി നമ്മുടെ കുഴി തോണ്ടാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ അങ്ങനെ വെറുതെ വലിച്ചിട്ടിട്ട് എറിഞ്ഞിട്ടിട്ട് പോകാൻ പാടില്ല. നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം. അപ്പൊ ഓരോ സമയത്തും അവിടെയുള്ള ജോലിക്കാരെ, ഏത് ലെവലിലുള്ള ജോലിക്കാരെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരെ സമീപിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ, അപ്പൊ അതൊക്കെ നേടണമെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാകണം, ഒരു ഗൈഡ് ഉണ്ടാകണം. ഒരു ഗൈഡ്, നമ്മൾ പണ്ടൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ പണ്ടൊക്കെ ഗൈഡായിരുന്നു, ഇപ്പോഴാണ് അത് ലേബർ ഇന്ത്യ ആയി മാറിയത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിക്കൊക്കെ നമ്മൾ ഗൈഡുകൾ വാങ്ങിച്ചിരുന്നേ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ ഇംഗ്ലീഷ് മീഡിയം അല്ലാത്ത കുട്ടികൾക്കൊക്കെ അതിന്റെ എന്താണ് ഒരു ലെസൺ ഒക്കെ എടുത്തപ്പോ അതിന്റെ സമ്മറി എന്താണെന്നൊക്കെ മനസ്സിലാവാതെ ആകുമ്പോ നമ്മൾ ഈ ഗൈഡ് ഉപയോഗിച്ച് നമ്മൾ അതിന് സഹായിയായിട്ട് മീനിങ്സ് അതിനകത്ത് ഒരുപാട് വേർഡ്സിന്റെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ഓരോ ലെസൺസിൽ വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിന്റെ ഗ്രാമർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമുക്കത് എക്സ്ട്രാ റെഫറിങ്ങിന് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഗൈഡായിട്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷകളൊക്കെ വരുമ്പോൾ പഠിച്ചിരുന്നത് പണ്ട്. ഇന്ന് അതേ സ്ഥാനത്ത് ഇപ്പൊ എന്തായാലും ഈ ഗൈഡുകളൊക്കെ മാറി ഇപ്പൊ ലേബർ ഇന്ത്യകളാണ് അത് കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഗൈഡൊന്നും അധികം അങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. ഇപ്പൊ ലേബർ ഇന്ത്യാസ് ആണ്. അപ്പൊ അതൊരു ഗൈഡാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾക്ക് ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കാൻ. പക്ഷെ അതുകൂടാതെ സെപ്പറേറ്റ് നമുക്ക് ചിലപ്പോൾ അറിവില്ലാത്ത ചില വേർഡ്സോ അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ഭാഗത്തുള്ള ഗ്രാമറോ അതൊക്കെ ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് ഇത് നോക്കി റെഫർ ചെയ്ത് നമ്മളുടെ വഴി ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റും. നമുക്ക് നമ്മൾ സക്സസിലേക്ക് എത്താം. അതാണല്ലോ, സക്സസിന് വേണ്ടിയിട്ടാണല്ലോ ഈ സാധനം ഇറക്കിയിരിക്കുന്നത് എക്സ്ട്രാ ആയിട്ട്. സ്കൂളിൽ പഠിക്കുന്ന പുസ്തകങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ലെവറിന്റെ ഇറക്കേണ്ട ആവശ്യമുണ്ടോ? സ്കൂളിലെ ബുക്കുകളിൽ നോക്കി അതിനകത്തുള്ളത് മാത്രം പഠിച്ചാൽ മതി. അതിൽ കൂടുതൽ അപ്പൊ ഇവിടെ എന്താ പറയുക, നമുക്കൊരു സഹായിയായിട്ടാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം, നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുക. ഓരോ ഓർഗനൈസേഷനിലും there should be some personal policies which can be guided to the acceptable outcomes and benefits. അതായത് ഓരോ ഓർഗനൈസേഷനും അത് ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ഔട്ട്കം, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന, അതിലേക്കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡാണ് എന്ത് പറയാ, പേഴ്സണൽ പോളിസി. അതൊരു പ്രീ പ്ലാൻഡ് ആക്ഷൻ ആണ്. ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതൊക്കെ നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് വെക്കണം. എന്നിട്ട് ആ പ്ലാനിങ്ങിലൂടെ പ്രവർത്തിക്കണം. ആ പ്ലാനിങ്ങിലൂടെ പ്രവർത്തിച്ച് ഗൈഡ് ചെയ്ത് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ പേഴ്സണൽ പോളിസീസ് എന്ന് വിളിക്കുക. അവിടെ എഴുതിയിട്ടുണ്ട് പേഴ്സണൽ പോളിസി, അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാം. ഡാഷ് ഇസ് എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് എസ്റ്റാബ്ലിഷസ് എ ഗൈഡ് to work towards acceptable outcomes and objectives എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പേഴ്സണൽ പോളിസി എന്ന് എഴുതാം. ഇനി പേഴ്സണൽ പോളിസീസ് എന്ന് പറയുന്നത് അതെന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ റൂൾ ദാറ്റ് കൺട്രോൾസ് ഹൗ ടു ഡീൽ വിത്ത് ഹ്യൂമൻ റിസോഴ്സസ്. ഈ പേഴ്സണൽ പോളിസി എന്നതിന് വേണ്ടിയിട്ടാ എങ്ങനെ നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സസിനെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണൽസിനെ എങ്ങനെ ഡീൽ ചെയ്യാം, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള റൂൾസ് ആണ് ഈ പറയുന്ന പേഴ്സണൽ പോളിസീസ്. അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് പേഴ്സണൽ പോളിസീസ്. ഹ്യൂമൻ റിസോഴ്സസിനെ അല്ലെങ്കിൽ പേഴ്സണൽസിനെ ഒരു പ്രത്യേക സിറ്റുവേഷൻസിൽ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പേഴ്സണൽ പോളിസി. അപ്പൊ രണ്ട് എക്സ്പ്ലനേഷൻസ് പേഴ്സണൽ പോളിസിക്ക് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ഒരു പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടുവേർഡ്സ് ആക്സെപ്റ്റബിൾ ഔട്ട്കംസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓർ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ആ നേട്ടം എങ്ങനെയുണ്ടോ അത് നേട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത ഒരു പോളിസിനെയാണ് നമ്മൾ പേഴ്സണൽ പോളിസി എന്ന് വിളിക്കാം. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ബൈ സെറ്റിംഗ് അപ്പ് ദിസ് പേഴ്സണൽ പോളിസീസ്? ഇനി ഈ പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഓർഗനൈസേഷനിൽ എന്ത് നേട്ടമുണ്ട്?
എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പേഴ്സണൽ പോളിസി ഉണ്ടാക്കി വെക്കണേ. തീർച്ചയായിട്ടും നേട്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ there are some advantages or benefits for which we have set up this personal policies. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇത് ചെയ്തേക്കണേ? ഒന്ന്, they help the managers at different levels of decision making. ഒരു ഓർഗനൈസേഷനിൽ പല ലെവലിലുള്ള മാനേജർമാരുണ്ടായിരിക്കും. ടോപ്പ് ലെവലിലെയും അതിന്റെ ഇടയിലുള്ളവരുടെയും മിഡിൽ ലെവലിലെയും ബോട്ടം ലെവലിലൊക്കെ ഓരോന്നും മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരുടെയൊക്കെ ആ പറയുന്ന ഓരോ ലെവലിലുള്ള മാനേജേഴ്സിനെയൊക്കെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി സഹായിക്കാനും മാത്രമല്ല വിത്തൗട്ട് കൺസൾട്ടിങ് വിത്ത് സുപ്പീരിയേഴ്സ്, അതായത് അത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ലെവലില് നമ്മളുടെ എന്താ പറയാ ലെവലിലുള്ള ജോലിക്കാര്, അതായത് ഞാനിപ്പോ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പൊ ഇവിടെ ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു നമ്മളുടേതായ രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കണം എന്ന് വിചാരിക്കും. ഇപ്പൊ ഏതെങ്കിലും പഠിപ്പിക്കുന്ന കാര്യത്തിലോ ടോപ്പിക്കുകളുടെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കാം. സോ ഓരോ കാര്യത്തിനും വേണ്ടി നമ്മൾ ഈ പിയർ സുപ്പീരിയേഴ്സിനെ അല്ലെങ്കിൽ ടോപ്പ് ലെവലിനെ എപ്പോഴും കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ പറയാ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോ എല്ലാത്തിനും നമ്മൾ അവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കേണ്ട വേണ്ടി വരുമോ? വേണ്ടി വരില്ല. അപ്പൊ എന്താ പറയാ, ഇത്തരം പോളിസീസ്, ചില പോളിസീസ് ആ ഒരു ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. അപ്പൊ അവരെ നമുക്ക് സഹായിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെ ഇന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ തീരുമാനം, ഇതെല്ലാം നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യണമെന്നില്ല. ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, സോ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് എമംഗ് അവർ സെൽസ്. ഇങ്ങനെ അവരവരുടെ എന്താ പറയാ പീരീഡ് അനുസരിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്തിനനുസരിച്ച് നമുക്കത് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പൊ അത് സുപ്പീരിയേഴ്സിനോടോ അല്ലെങ്കിൽ ടോപ്പ് ലെവലിലേക്ക് നമുക്ക് കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ചില ഡിസിഷൻസ് നമുക്ക് എടുക്കാനുള്ള സഹായിയായിട്ട് മാറും എന്ത്, ഈ പേഴ്സണൽ പോളിസീസ്. അപ്പൊ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ സുപ്പീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അത് ഒന്നാമത്തെ ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദേ എൻഷുർ ലോങ് ടേം വെൽഫെയർ ഓഫ് ദ എംപ്ലോയീസ്. ഈ പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്തതുകൊണ്ട് എംപ്ലോയീസിന്റെ, ഓരോ സ്ഥാപനത്തിലും ഓരോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒരു ലോങ് ടേം വെൽഫെയർ ആണ്. അതായത് ദീർഘകാല ക്ഷേമത്തിനുള്ള ഒരു നയമാണ് അവിടെ രൂപീകരിക്കുക. മാത്രമല്ല എംപ്ലോയി റിലേഷൻഷിപ്പ് കുറച്ച് ഗാഢത്തിലാക്കുക, കുറച്ച് ആഴത്തിലാക്കാനും അത് സഹായിക്കും. ഇത്തരം ഈ പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എംപ്ലോയർ റിലേഷൻസ് കുറച്ചുകൂടി എന്താ പറയാ കുറച്ച് സ്റ്റേബിൾ ആക്കാൻ, അല്ലെങ്കിൽ കുറച്ച് കൂടുതലാക്കാനും, അല്ലെങ്കിൽ എന്താ പറയാ ഫേവറിറ്റിസം, പിന്നെന്താ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. ഫേവറിറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ, ചില ആളുകളെ കൂടുതൽ ഫേവർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാരോട് ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേഷൻ, വിവേചനം കാണിക്കുക, ഇതൊക്കെ ഇല്ലാതെ എംപ്ലോയി റിലേഷൻഷിപ്പ് ഒരു പ്രത്യേക രീതിയിൽ ഫിക്സഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനും ഇത്തരം പേഴ്സണൽ പോളിസീസിന് സാധിക്കും. അങ്ങനെ എംപ്ലോയീസ് ദീർഘകാല ക്ഷേമത്തിന് അവർക്ക് സൗകര്യം കിട്ടുകയും ചെയ്യും. അങ്ങനെ രണ്ട് അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ളത്. 2 അഡ്വാൻറ്റേജസ് ആണ്. ഒന്നോർക്കുക, ഹെൽപ്പിംഗ് ദ മാനേജേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ടു ടേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് കൺസൾട്ടിങ് വിത്ത് ദെയർ സുപ്പീരിയേഴ്സ്, അത് ഒരെണ്ണം. പിന്നെ രണ്ടാമത്തേത്, ദേ എൻഷുർസ് ലോങ് ടേം വെൽഫെയർ of the employees to make a good relationship between the employer and the employee without providing favoritism and discrimination. വിവേചനമോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു വിഭാഗക്കാരോടുള്ള എന്താ പറയാ പ്രത്യേക താല്പര്യമോ ഇല്ലാതെ അതിനെ കുറച്ചുകൊണ്ട് എംപ്ലോയർ റിലേഷൻഷിപ്പ് കുറച്ച് ദീർഘകാലത്തേക്ക് എംപ്ലോയീസിന് കാത്തു സൂക്ഷിക്കാൻ പറ്റും. കിട്ടിയോ? ക്ലിയർ ആയോ? പേഴ്സണൽ പോളിസി എന്താണെന്ന് മനസ്സിലായോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കി എന്താണ് പേഴ്സണൽ പോളിസി എന്നും ആൻഡ് ദെയർ അഡ്വാൻറ്റേജസ്, അത് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ആ 2 അഡ്വാൻറ്റേജസ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. കഴിഞ്ഞോ? വായിച്ചോ? അടുത്ത ഒരു പേജ് അങ്ങോട്ട് തീർത്തേക്കാം.
കുഞ്ഞു കുഞ്ഞു പോയിന്റ് അല്ലേ ഉള്ളൂ, അത് പറഞ്ഞേക്കാം. ദെൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പേഴ്സണൽ പോളിസീസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം? ഈ തൊഴിൽ നയങ്ങളുടെ ലക്ഷ്യം എന്തൊക്കെയാണ്? ഒന്ന്, സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് നമ്മുടെ തൊഴിൽ സുരക്ഷ. നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ഒരു സുരക്ഷ ഉണ്ടായിരിക്കും നമുക്ക്. ഓക്കെ, നമ്മളുടെ തൊഴിലാണ്, നമ്മൾ അതാർക്കും പോകില്ല. അതായത് അങ്ങനെയുള്ള തൊഴിൽപരമായ ഒരു നയം രൂപീകരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. പിന്നെ പേയ്മെന്റ് ഓഫ് ഫോർ വേജസ് മീൻസ് ഫെയർ വേജസ്, അതായത് റീസണബിൾ ആയിട്ടുള്ള ഒരു കൂലി കിട്ടും എന്നുള്ള ആ ഒരു ഇത്, അതിന്റെ ഒരു പേയ്മെന്റ് റീസണബിൾ ആയിട്ടുള്ള, അതായത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകാൻ പാടില്ല. അതായത് മിതമായ നിരക്കിലുള്ള നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിന് കോമ്പൻസേറ്റഡ് ആയിട്ടുള്ള ഒരു വേജസ് കിട്ടുമെന്നുള്ളത്. പിന്നെ സൗണ്ട് ഇൻഡിവിജ്വൽ റിലേഷൻസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായിട്ടൊരു നല്ല രീതിയിലുള്ള ബന്ധം, അതും പേഴ്സണൽ പോളിസീസ് രൂപീകരിച്ചാൽ ഉണ്ടാകും. അതായത് അവർക്ക് നമ്മളുടെ സ്ഥാപനമാണ്, നമ്മളുടെ ഓർഗനൈസേഷൻ ആണ്, നമ്മൾ അതിനുവേണ്ടി എന്തും ചെയ്യണം എന്നുള്ള രീതിയിൽ, അപ്പൊ ആ ഒരു ബന്ധത്തിന് ഒരു തീവ്രത ഉണ്ടാകും. അതാണ് ട്രെയിനിങ് ഓഫ് എവരി വൺ, ഓരോ എംപ്ലോയീസിനെയും ട്രെയിൻ ചെയ്യുന്നത്. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, പരമാവധി ഹ്യൂമൻ റിസോഴ്സസിനെ ഉപയോഗപ്പെടുത്തുന്നത്. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യ അന്തസ്സിനെ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. ഞാൻ ജോലിക്കാരനാണ്, എന്റെ താഴെയും വേറെ ജോലി, മനുഷ്യനെ റെസ്പെക്ട് ചെയ്യണം. അവൻ താഴെ ജോലിക്കാരനാണല്ലോ, എന്റെ എന്താ പറയാ താഴെയുള്ള ആള്, എന്നേക്കാള് താഴെ ഉള്ള നിലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. താഴത്തെ നിലയല്ല ഉദ്ദേശിച്ചത്, താഴ്ന്ന ശമ്പളം മേടിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഏത് ജോലി ലെവലിലാണോ അതിനേക്കാൾ ഭയങ്കര ബോട്ടം ലെവലിലാണോ, അതുകൊണ്ട്. പക്ഷെ മനുഷ്യനെ അറിയണമല്ല, മനുഷ്യനോടുള്ള റെസ്പെക്ട്, ഒരു മനുഷ്യനായ രീതിയിലുള്ള റെസ്പെക്ട് കൊടുക്കുക. അതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാ? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ആ വേർഡ്സ് തന്നെ അതിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങൾ ആ വേർഡ് തന്നെ പറയുന്നുണ്ട്. സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് തൊഴിൽ സുരക്ഷയാണ്. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, ഫെയർ ശരിയായ നിരക്കിലുള്ള കൂലി. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണ്, അതായത് സ്ഥാപനവുമായിട്ടുള്ള നല്ലൊരു ബന്ധം. ട്രെയിനിങ് ഓഫ് എവരി വൺ, എല്ലാവർക്കും ട്രെയിനിങ്. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, എല്ലാവർക്കും പ്രധാനമായിട്ട് എല്ലാ ഹ്യൂമൻ റിസോഴ്സിനെയും പരമാവധി യൂസ് ചെയ്യുക. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യ അന്തസ്സിനെ ബഹുമാനിക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും വരെയൊക്കെയാണ് നമ്മൾ എടുത്തത്. ഏതൊക്കെ എടുത്തത്? നമ്മൾ ഇന്ന് ഒരു പെട്ടിക്കള്ളി മുഴുവനും എടുത്തു. അതായത് ഡിഫറെന്റ് റോൾസ് ഓഫ് പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജർക്ക് പ്രധാനമായിട്ടും 4 റോളുണ്ട്: പേഴ്സണൽ, വെൽഫെയർ, ക്ലറിക്കൽ ആൻഡ് ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റൂൾ. അങ്ങനെ അത് ഓരോന്നും എന്താണെന്ന് പറഞ്ഞു. പിന്നെ മേജർ ആയിട്ടുള്ള പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. 8 എണ്ണം ഉണ്ട്, 8 പ്രോസസ്സുകളാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് നമ്മൾ പേഴ്സണൽ പോളിസി എന്താണെന്നും അത് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസും അതിന്റെ ഒബ്ജക്റ്റീവ്സും ആണ് പറഞ്ഞത്. 2 പേജ് കംപ്ലീറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല, കാരണം ഇതൊരു ടഫായിട്ടുള്ള ടോപ്പിക്കാണ്, അതിനെ കുറിച്ച് കൂടുതലും ഉണ്ട്. അപ്പൊ അടുത്ത ദിവസമൊക്കെ നന്നായിട്ട് വായിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ കയറാം. ഓക്കെ, ബൈ, സി യു നെക്സ്റ്റ് ഡേ. Thank you. Thank you.